നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം നോക്കി പോയതുകൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ല. നമുക്കറിയാം, നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ എന്തിനാണ് നോക്കിയത്? പി എസ് സിയുടെ ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ നോക്കുന്നത്. ആ ചോദ്യങ്ങൾ തന്നെ ആവർത്തിക്കുമെന്ന് യാതൊരുവിധ ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് മെയിൻസ് എക്സാം ആണ്, പ്രിലിംസ് അല്ല. അപ്പോൾ നല്ല രീതിക്ക് ടഫായിട്ട് തന്നെ ആയിരിക്കും പി എസ് സി ചോദിക്കാൻ പോകുന്നത്. 10ാം ക്ലാസ് ലെവലാണെങ്കിൽ പോലും പി എസ് സി +2 ലെവലുള്ള ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. അതൊക്കെയാണ് പി എസ് സിയുടെ ഓരോ എന്റർടൈൻമെന്റ്സ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം നമുക്ക് ഒരു ടോപ്പിക്ക്, ഇപ്പം നമ്മൾ കേരള ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങുകയാണ്. കേരള ഹിസ്റ്ററി നമ്മൾ ആദ്യം എന്താണ് പഠിക്കേണ്ടത്? കേരള ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം തൊട്ട് വേണമല്ലോ പഠിച്ചു പോകാനായി. ഈ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ +1 ടെക്സ്റ്റ് ബുക്കിൻ്റെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. കാരണം ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ളതായിരിക്കും അത്. അപ്പോൾ അത് പഠിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇല്ലാത്ത എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സ് SCERT ഉണ്ടെന്നാണെങ്കിൽ അത് കൂട്ടിച്ചേർത്ത് പറയാം. പിന്നെ നമുക്കതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്യാം. അങ്ങനെയാണ് ഞാനിപ്പോൾ നിലവിൽ വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം യൂറോപ്യന്മാരുടെ ആഗമനം. അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ട വർഷം ഏതാണ്? 1498. അല്ല, 1498 ഡേറ്റ് ഓർമ്മയുണ്ടോ? ഡേറ്റ് എത്രയാണ്? മെയ് 20. അല്ലെ, 1498 മെയ് 20 ആര് വന്നത്? കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എവിടെയാണ്? കോഴിക്കോടിനടുത്തുള്ള കാപ്പാടാണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. കേരളത്തിന്റെ വാണിജ്യ ചരിത്രത്തിൽ പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. അപ്പോൾ കേരളത്തിന്റെ വാണിജ്യ ചരിത്രത്തില് പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. അപ്പോൾ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കമെന്നായിരുന്നു സർദാർ KM പണിക്കർ അതിനെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇത് ഏകദേശം ഒരു 5 നൂറ്റാണ്ടോളം കാലമാണ് നീണ്ടുനിന്നത്. ഇനി ഇവര് ചുറ്റി വന്ന ഒരു മുനമ്പിനെ, ചുറ്റി വന്ന ആ ഒരു മുനമ്പ് അറിയപ്പെടുന്നത് എന്തെന്നാണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അല്ലെ, ശുഭപ്രതിഷ്ഠ മുനമ്പ് ചുറ്റി വന്നവരാണല്ലേ ഇവര്. അപ്പോൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. അറിയാമല്ലോ, നമ്മൾ പോഡ ബീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നതാണ് അല്ലെ. പോർച്ചുഗീസുകാര്, ബ്രിട്ടീഷുകാര്, ഡച്ചുകാര്, ഫ്രഞ്ചുകാര്. അപ്പൊ ആദ്യം വന്നത് ആരായിരുന്നു? പോർച്ചുഗീസുകാര്. പുതിയതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോളണം. പോർച്ചുഗീസുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്, ഡച്ചുകാര്. അങ്ങനെ ആദ്യം വന്നത് പോർച്ചുഗീസുകാരായിരുന്നു. ഇനി പോർച്ചുഗീസുകാർ മലബാർ വ്യാപാരത്തിൽ അറബികൾക്കുണ്ടായിരുന്ന കുത്തക നശിപ്പിക്കുകയും കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാർ വരുന്നതിന് മുന്നേ നമുക്കിവിടെ ഒരു വിദേശികളുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ആരായിരുന്നു? അറബികളായിരുന്നു. പോർച്ചുഗീസുകാർ വന്ന് എത്തിച്ചേർന്നിട്ട് മലബാറിലെ വ്യാപാരത്തിൽ അറബികൾക്കുണ്ടായിരുന്ന കുത്തക നശിപ്പിക്കുകയും കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയതിലൂടെ എവിടത്തെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കുകയും ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഉള്ള വ്യാപാര കുത്തക സ്വന്തമാക്കുകയും ചെയ്തു. അവർ കോഴിക്കോട്, കണ്ണൂര്, കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുമായി വ്യാപാര ഉടമ്പടികളിൽ ഏർപ്പെടുകയും 17ാം നൂറ്റാണ്ടിന്റെ അവസാനം ഡച്ചുകാരെ ശക്തരായി മാറുന്നതുവരെ പൗരസ്ത്യ വ്യാപാരം കുത്തകയായി വെക്കുകയും ചെയ്തു. അപ്പൊ ഡച്ചുകാരെപ്പോഴാണ് ശക്തരായിട്ട് മാറിയത്? 17ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ കാർട്ടസ് എന്താണെന്ന് നമുക്ക് പറയാവേ. കാർട്ടസ് ഇന്ത്യൻ മഹാസമുദ്രം, പിന്നെ കോഴിക്കോട്, കണ്ണൂര്, കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുമായിട്ട് വ്യാപാര ഉടമ്പടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓർത്ത് വെച്ചോളുക. 1604 ഒരു ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തിച്ചേരുകയും 1604 കേട്ടോ. അപ്പോൾ 1498 പോർച്ചുഗീസുകാർ വന്നു. 1604 ഒരു ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തിച്ചേരുകയും സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? സാമൂതിരി അല്ലെ. കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം എന്താ അറിയപ്പെടുന്നത്? സാമൂതിരിമാര്. അപ്പൊ 1604 ഒരു ഡച്ച് കപ്പൽപ്പട. 1604 ആരാ വന്നത്? ഡച്ചുകാരല്ലേ. 1604 ഒരു ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തിച്ചേരുകയും സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെടുകയും കോഴിക്കോട് തുറമുഖത്ത് കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. അവർ മധ്യ കേരളത്തിലെ പുറക്കാട്, കായംകുളം എന്നിവിടങ്ങളിലെ മുഖ്യന്മാരായും കരാറിൽ ഏർപ്പെടുകയും പ്രധാനമായും കുരുമുളകും ഇഞ്ചിയും ശേഖരിക്കുകയും ചെയ്തു. അപ്പൊ ഡച്ചുകാരെ എവിടെയൊക്കെ ആയിട്ടാണ് വ്യാപാര കരാറിൽ ഏർപ്പെട്ടത്? എവിടെയൊക്കെയാണ്? പുറക്കാട്, കായംകുളം അല്ലെ. എവിടെയാണ്? പുറക്കാടും കായംകുളവും. ഇനി അടുത്ത് നോക്കിക്കോ.
പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലത്ത് അവർ വ്യാപാര കുത്തക സ്ഥാപിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലോ പോർച്ചുഗീസുകാരുടെ വ്യാപാര കുത്തകയുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് പഠിച്ചത്? കോഴിക്കോട്, കണ്ണൂര്, കൊച്ചി, കൊല്ലം അല്ല. അപ്പൊ എന്ത് ചെയ്ത്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇവര് കൊല്ലത്ത് വ്യാപാര കുത്തക സ്ഥാപിച്ചു. ആര്? ഡച്ചുകാര്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊല്ലത്ത് ഡച്ചുകാര് വ്യാപാര കുത്തക സ്ഥാപിച്ചു. കന്യാകുമാരിയിലെ കുളച്ചലിലും ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ചു. അതുകൊണ്ട് അപ്പൊ ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പുറക്കാട് പറഞ്ഞു, പിന്നെ കായംകുളം പറഞ്ഞു, പിന്നെ എവിടെയാണ് അവർ കൊല്ലത്ത് വ്യാപാര കുത്തക സ്ഥാപിച്ചു. പിന്നെ കന്യാകുമാരിയിലെ കുളച്ചലിലും ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ചു. പിന്നീട് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഇവിടെ കോട്ട കെട്ടി സംരക്ഷിച്ചു. ഇത് പിടിക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ 1741 കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചു. പിന്നീട് ആര് വന്നു? മാർത്താണ്ഡവർമ്മ വരികയും മാർത്താണ്ഡവർമ്മ അവിടെ കോട്ട കെട്ടി സംരക്ഷിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡച്ചുകാർ പിന്നെയും ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് 1741 കുളച്ചൽ യുദ്ധത്തിലോട്ട് കാര്യങ്ങളൊക്കെ വഴിതെളിച്ചത്. ഇനി കുളച്ചൽ യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? ഡച്ചുകാർ പരാജയപ്പെട്ടു അല്ലെ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരപ്രദേശത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി 1741 കുളച്ചൽ യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? ഡച്ചുകാര് പരാജയപ്പെട്ടു. അങ്ങനെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരപ്രദേശത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. അപ്പൊ ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. പുറക്കാട്, കായംകുളം, കൊല്ലം, കന്യാകുമാരിയിലെ കുളച്ചല്. അങ്ങനെ ലാസ്റ്റ് കുളച്ചൽ യുദ്ധം എത്തി അവർ പരാജയപ്പെട്ടു. ഡച്ചുകാരുടെ പരാജയപ്പെട്ടു. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുകയും തെക്ക് പടിഞ്ഞാറ് തീരപ്രദേശം അവരുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഇപ്പൊ പോർച്ചുഗീസുകാരായി, ഡച്ചുകാരായി. ഇനി ഇടയ്ക്ക് നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? പോഡാ ബീഫേ എന്നാണല്ലേ. പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര് പറഞ്ഞപ്പോ മാറിപ്പോയതാണ്. അപ്പൊ ആദ്യം പോർച്ചുഗീസുകാര്, പിന്നെ 1604 ഡച്ചുകാര്. ഇനി നമ്മൾ ആരെയാണ്? നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയാൻ പോവാണ്. അപ്പൊ അതിനു മുന്നേ നമുക്ക് പോർച്ചുഗീസുകാരുടെ കാർട്ടസ് എന്താണെന്ന് നോക്കാം അല്ലെ. ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് നമുക്ക് ബ്രിട്ടീഷുകാരെ കുറിച്ച് പഠിക്കാം. പോർച്ചുഗീസുകാരുടെ കാർട്ടസ്. അപ്പൊ ഏത് എവിടെയാണ് ഈ കാർട്ടസ് മൂലം അവര് വ്യാപാര കുത്തക സ്ഥാപിച്ചത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസാണ് കാർട്ടസ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസാണ് കാർട്ടസ് എന്ന് പറയുന്നത്. ഇനി ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി ഈ കാർട്ടസ് പാസ് സ്വന്തമാക്കണമായിരുന്നു. ഓക്കെ. കാർട്ടസിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് നോക്കിക്കോട്ടെ. കാർട്ടസിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? കാർട്ടസിൽ കപ്പലിന്റെ വലിപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങള്, ചരക്കിന്റെ വിവരങ്ങള്, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ ഉണ്ടായിരുന്നു. 4 കാര്യങ്ങളുണ്ട്. ഈ ഒരു കാർട്ടസിന്റെ എന്തൊക്കെ ഉണ്ടാവും? കപ്പലിന്റെ വലിപ്പം ഉണ്ടാവും അല്ലെ. കപ്പൽ എന്തോരം ഉണ്ടെന്നുണ്ടാവും. കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങള്, ചരക്കിന്റെ വിവരങ്ങള്, പിന്നെ അത് എവിടെയാണ് എത്തിച്ചേരുന്നത്. ഈ 4 കാര്യങ്ങളാണ് കാർട്ടസിൽ ഉണ്ടായിരിക്കുക. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോ ഇതാണ് പോർച്ചുഗീസുകാരുടെ കാർട്ടസ്. ഈ കാർട്ടസിലൂടെയാണ് ഇവരെന്ത് നേടിയത്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വ്യാപാര കുത്തക സ്വന്തമാക്കിയത് അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ പോർച്ചുഗീസുകാരെ കുറിച്ച് പറഞ്ഞു, ഡച്ചുകാരെ കുറിച്ച് പറഞ്ഞു. ഇനി ആരാണ്? ബ്രിട്ടീഷുകാരല്ലേ. ബ്രിട്ടീഷുകാര് ഇപ്പൊ 1604 ഡച്ചുകാർ വന്നതും 1741 കുളച്ചൽ യുദ്ധത്തിലൂടെ അവർ പരാജയപ്പെട്ടതും വരെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയാം. 17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇംഗ്ലീഷുകാർ കേരളത്തിൽ എത്തിച്ചേർന്നു. 17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് ഇംഗ്ലീഷുകാർ കേരളത്തിൽ എത്തിച്ചേർന്നു. നോക്കിക്കോ. ക്യാപ്റ്റൻ കീലിംഗ് ആരാണ്? ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയുമായി ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരുകയും അതിൻ പ്രകാരം മധ്യ കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്താൻ സാമൂതിരിയുടെ സഹായം ഉറപ്പാക്കുകയും ചെയ്തു. 17-ാം നൂറ്റാണ്ടിൽ ഇവർ ഇവിടെ വരികയും ആരാണ്?
ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയുമായിട്ട് ഒരു ഉടമ്പടി വെച്ചു. എന്നിട്ട് അതിൻ പ്രകാരം മധ്യ കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്താനായിട്ട് സാമൂതിരിയുടെ സഹായം ഉറപ്പാക്കുകയും ചെയ്തു. അവർ ആദ്യമായി കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്തു. കൂടാതെ അവരാദ്യം എന്താ ചെയ്തത്? അവരാദ്യം കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്തു. കൂടാതെ വേണാട് രാജാവിൽ നിന്ന്, ആരാണ്? വേണാട് രാജാവിൽ നിന്ന് വിഴിഞ്ഞത്തൊരു പണ്ടികശാല സ്ഥാപിക്കാൻ അനുവാദം വാങ്ങുകയും ചെയ്തു. അപ്പൊ കുരുമുളക് കയറ്റിക്കൊണ്ടുപോയി വേണാട് രാജാവിൽ നിന്ന് എവിടെയാണ്? വിഴിഞ്ഞത്ത്. എവിടെ? വിഴിഞ്ഞത്ത് ഒരു പണ്ടികശാല സ്ഥാപിക്കാൻ അനുവാദം വാങ്ങുകയും ചെയ്തു. ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ്, തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പണ്ടികശാലകൾ സ്ഥാപിച്ചു. പിന്നീട് ആദ്യം വിഴിഞ്ഞമായിരുന്നു, പിന്നെ എവിടേക്കാണ്? ആറ്റിങ്ങല്, അഞ്ചുതെങ്ങ്, തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പാണ്ടികശാലകൾ സ്ഥാപിച്ചു. അപ്പൊ നമ്മളിപ്പോ എന്താ പറയുക, നമ്മളിപ്പോ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറഞ്ഞു. ബ്രിട്ടീഷുകാര് എന്താണ് ചെയ്തത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞ, ബ്രിട്ടീഷുകാർ എന്ത് വന്നു? അവരിവിടെ വന്നു, ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയുമായിട്ട് ഉടമ്പടി വെക്കുകയും മധ്യ കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്താൻ വേണ്ടിയിട്ട് സഹായം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ ഇവര് വേണാട് രാജാവിന്റെ അടുത്ത് പോയിട്ട് വിഴിഞ്ഞത്ത് ഒരു പാണ്ടികശാല സ്ഥാപിച്ചു. അവിടെ കൂടാതെ ആറ്റിങ്ങലും അഞ്ചുതെങ്ങും തലശ്ശേരിയിലും പാണ്ടികശാല സ്ഥാപിച്ചു. ഇത്രയുമാണ് നമ്മൾ ഇവിടെ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ആൾക്കാരുണ്ട്, ഡച്ചുകാര് നിസ്സാരക്കാരാണ് കേട്ടോ. അവര് കുരുമുളകിലും മറ്റും സുഗന്ധവ്യഞ്ജനങ്ങളിലും മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. അവരെന്താ വേറെ ഒരു കാര്യം കൂടി ചെയ്തിരുന്നു. തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരങ്ങളിൽ നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിലും താല്പര്യമുണ്ടായിരുന്ന ഫ്രഞ്ചുകാരായിരുന്നു മറ്റൊരു സാമ്രാജ്യത്വ ശക്തി. അടിമകളെ കയറ്റുമതി ചെയ്തിരുന്നതായിരുന്നു ഫ്രഞ്ചുകാരായിരുന്നു. ഓക്കെ, നോക്കിക്കോ. വടകരയിലെ ഭരണാധികാരിയിൽ നിന്ന് മാഹിയിലെ വ്യാപാരം നടത്തുന്നതിന് അവർ അനുമതി സമ്പാദിച്ചു. ഫ്രഞ്ചുകാര് എന്തൊക്കെയാണല്ലേ, കൺഫ്യൂഷൻ ആവുമല്ലേ. വടകരയിലെ ഭരണാധികാരിയിൽ നിന്നാണ് മാഹിയിലെ വ്യാപാരം നടത്തുന്നതിന് അവർ അനുമതി സമ്പാദിച്ചത്. എവിടെയാണ്? വടകരയിലെ ഭരണാധികാരിയിൽ നിന്ന് മാഹിയിൽ വ്യാപാരം നടത്തുന്നതിന് അവർ അനുമതി സമ്പാദിച്ചു. അങ്ങനെ വാണിജ്യാധിപത്യത്തിന് ശ്രമിക്കുന്ന വ്യത്യസ്ത യൂറോപ്യൻ ശക്തികളുടെ യുദ്ധഭൂമിയായി കേരളം മാറിയില്ല. ഒരു സൈഡിലെ പോർച്ചുഗീസുകാര്, പിന്നെ എന്നിരുന്നാലും 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തങ്ങളുടെ ശത്രുശക്തികളെല്ലാം തുരത്തി കേരളത്തിൽ മേൽക്കോയ്മ സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സ്ഥാപിച്ചു. എന്തൊക്കെയാണെങ്കിലും 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബാക്കിയുള്ള ശക്തികളെയൊക്കെ തുരത്തിക്കൊണ്ട് കേരളത്തിലെ മേൽക്കോയ്മ സ്ഥാപിക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞു? ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ എല്ലാവരും തുരത്തിക്കൊണ്ട് അവർ അവരുടേതായ ഒരു സാമ്രാജ്യത്വ ശക്തി നമ്മുടെ കേരളത്തിൽ സ്ഥാപിച്ചു. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്, കുഞ്ഞാലി മരക്കാരെ കുറിച്ച് പഠിക്കാനുണ്ട്. കുഞ്ഞാലി മരക്കാർ ആരായിരുന്നു? സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു അല്ലെ. നമുക്കറിയാമല്ലോ കുഞ്ഞാലി മരക്കന്മാർ, അതൊരു സ്ഥാനപ്പേരാണ് അല്ലെ. കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു മരക്കാർമാർ. അവർ പോർച്ചുഗീസുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ സ്വീകരിച്ചു. ഗറില്ല എന്ന് പറയുമ്പോൾ ഒളിപ്പോര് സ്ഥാപിച്ചു. ഇപ്പൊ കുഞ്ഞാലി 4 പേരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4 എന്നിങ്ങനെ 4 കുഞ്ഞാലിമാരുണ്ടായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ കുഞ്ഞാലി 4-മനായിരുന്നു. ആരായിരുന്നു? കുഞ്ഞാലി 4-മനായിരുന്നു യഥാർത്ഥ വീരൻ. എന്നാൽ അദ്ദേഹത്തെ പിടികൂടി തടവിലാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു. 1600-ൽ ഗോവയിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അപ്പോ ഇതിൽ എന്താണ് പറയാനുള്ളത്? കുഞ്ഞാലിമാരെന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു. പ്രധാനമായിട്ടും 4 പേരുണ്ടെങ്കിൽ തന്നെ 4-മത്തവനായിരുന്നു യഥാർത്ഥ വീരൻ. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ കുഞ്ഞാലി 4-മനായിരുന്നു. അദ്ദേഹത്തെ ഇവർ പിടികൂടിയിട്ട് 1600-ൽ ഗോവയിൽ വെച്ച് വധിക്കുകയും ചെയ്തു. കുഞ്ഞാലി മരക്കാരെ കുറിച്ച് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചു. നമുക്ക് ഇനി എന്താണ് പഠിക്കാനുള്ളത്? ആറ്റിങ്ങൽ കലാപം അല്ലെ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ചോദ്യം നമ്മൾ കാണുന്ന കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം. അറിയാല്ലേ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം. തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷ് പാണ്ടികശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും 5 തെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. തദ്ദേശീയരായ ജനങ്ങള് ബ്രിട്ടീഷ് പണ്ടികശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും 5 തെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. വൻതോതിലുള്ള അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളുമാണ് ജനങ്ങളുടെ അമർഷത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. അഴിമതിയും
കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളായിരുന്നു പ്രധാന കാരണം. ഇത് കൂടാതെ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? മാമൂൽ പ്രകാരം ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ച ബ്രിട്ടീഷുകാര് 1721 ഏപ്രിൽ 15 140 സൈനികരുടെ അകമ്പടിയോടെ അത് നേരിട്ട് റാണിക്കെത്തിക്കാൻ ശ്രമിച്ചു. പ്രദേശവാസികൾ ഇതിനെതിരെ എതിർക്കുകയും സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. വേറൊന്നുമല്ല, ഇതിൽ എന്തൊക്കെയാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ കലാപം എന്ന് വേണം പറയാനായിട്ട്. അവരെന്ത് ചെയ്തു? തദ്ദേശീയ ജനങ്ങള് ബ്രിട്ടീഷ് പാണ്ഡികശാല പിടിച്ചാക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യക്കാരെ 140 ഈസ്റ്റ് ഇന്ത്യയുടെ കമ്പനി പട്ടാളക്കാരെയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിന് കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? വൻതോതിലുള്ള അഴിമതി, കുരുമുളകിന്റെ വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകൾ, ഇതുകൂടാതെ ആറ്റിങ്ങൽ റാണിക്ക് പാരിതോഷികം ബ്രിട്ടീഷുകാർ നേരിട്ട് കൊടുക്കാൻ വേണ്ടി പോയല്ലേ? ബ്രിട്ടീഷുകാർ നേരിട്ട് 1721 ഏപ്രിൽ 15 ഈ ഒരു ഡേറ്റ് ഇതിൽ കൊടുത്തു വെച്ചിരിക്കുന്ന കൊണ്ട് തന്നെ ഡേറ്റ് നിങ്ങൾ ഓർത്തു വെച്ചോളുക. 1721 ഏപ്രിൽ 15 1721 ഏപ്രിൽ 15 140 സൈനികരുടെ അകമ്പടിയോടെ അവർ നേരിട്ട് കൊടുക്കാൻ വേണ്ടി പോയി. ഇതാണ് തദ്ദേശീയരായ പ്രദേശവാസികള് സൈന്യത്തിനെതിരെ തിരികെയും അവരെ സൈന്യത്തിനെ പിടിച്ചെടുത്ത് 140 പേരെ കൊല്ലുകയും കോട്ട പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തത്. ഏത് കോട്ടയായിരുന്നു? അഞ്ചുതെങ്ങ് കോട്ട. അപ്പൊ നോക്കിക്കോ, വടകര കോട്ടക്കലിൽ ഇന്ത്യൻ നാവികസേന ഉയർത്തിയ കുഞ്ഞാലി മരക്കാർ സ്ഥാപനം എവിടെയാണ്? കുഞ്ഞാലി മരക്കാർ സ്മാരകം എവിടെയാണ്? വടകര കോട്ടക്കലിലാണ് കേട്ടോ. വടകര കോട്ടക്കലിലാണ്. ഇനി അടുത്തത് കുളച്ചൽ യുദ്ധം അല്ലെ? കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ അഴിച്ചുവിട്ടു. സിലോണിൽ നിന്ന് പീരങ്കിപ്പടയുമായി ഡച്ച് സൈന്യം കുളച്ചലിൽ എത്തിച്ചേരുകയും കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഓഗസ്റ്റ് 10 കുളച്ചലിൽ വെച്ച് ഏറ്റുമുട്ടുന്നതിനും ഡച്ചുകാരുടെ പരാജയത്തിനും കാരണമായി. ക്യാപ്റ്റൻ ഡിലനോയി ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയി ഉൾപ്പെടെ അനവധി ഡച്ചുകാർ തടവുകാരായി പിടിക്കപ്പെട്ടു. ഡിലനോയി പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറി അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നല്ലേ കാര്യങ്ങള്? എന്തൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഡച്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ സിലോണിൽ നിന്ന് പീരങ്കിപ്പടയുമായി ഡച്ച് സൈന്യം കുളച്ചലിൽ എത്തിച്ചേരുകയും കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം എവിടെയാണ്? കൽക്കുളം അല്ലെ? കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഓഗസ്റ്റ് 10 കുളച്ചലിൽ വെച്ച് ഏറ്റുമുട്ടാൻ കാരണമായി. ആരാണ് ജയിച്ചത്? മാർത്താണ്ഡവർമ്മ ജയിച്ചു അല്ലെ? ഡച്ച് പതനത്തിന് കാരണമായി. അങ്ങനെ ക്യാപ്റ്റൻ ഡിലനോയ് ഉൾപ്പെടെ അനവധി ഡച്ചുകാർ തടവുകാരായി പിടിക്കപ്പെട്ടു. ക്യാപ്റ്റൻ ഡിലനോയ് പിന്നെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായിട്ട് മാറി. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനകത്ത് യൂറോപ്യന്മാരുടെ ആഗമനമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള. നമ്മുടെ സിലബസിൽ യൂറോപ്യന്മാരുടെ ആഗമനം പിന്നെ യൂറോപ്യന്മാരുടെ സംഭാവന അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനവും സംഭാവനയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ NCERT ഇത്രയുമാണ് ഉള്ളത്. പിന്നെ ഈ പറയുന്നത് തിരുവിതാംകൂർ രാജവംശമാണ്. അത് അടുത്ത ടോപ്പിക്കാണ് സിലബസിൽ. അപ്പൊ നമുക്ക് അങ്ങനെ അടുത്ത ദിവസം ആ ഒരു ടോപ്പിക് വെച്ചിട്ട് അങ്ങനെ പഠിച്ചു പോകാം. നമുക്ക് എന്തായാലും ഇത്രയുമാണ് NCERT യൂറോപ്യന്മാരുടെ ആഗമനത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചധികം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ യൂറോപ്യന്മാരുടെ ആഗമനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നോക്കാം. അപ്പൊ ഇതിൽ ഇവരുടെ ഒരു യാത്രാ വിവരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു വർഷം പറഞ്ഞിരിക്കുന്നത് 1601 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വിടാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമായിരിക്കും. അതായത് 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്താനായിട്ട് യൂറോപ്യന്മാർ ശ്രമിച്ചു. അതിനുള്ള പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് നമുക്കറിയാം, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി അല്ലെ? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ അവർക്ക് പിന്നെ വേറൊരു മാർഗം, അവർക്ക് സമുദ്രമാർഗം അല്ലാതെ ഏഷ്യയിലോട്ട് എത്തിച്ചേരാനായിട്ട് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് അവർ പ്രധാനമായിട്ടും സമുദ്രപാത കണ്ടെത്താൻ ശ്രമിച്ചത്. യൂറോപ്യന്മാർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും
കൈവരിച്ച സാങ്കേതിക പുരോഗതി അവർ അതിനുവേണ്ടി ഉപയോഗിച്ചു. ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, പിന്നെ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം, ഇതിലൊക്കെ ഉണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ കച്ചവട സാധ്യത, ഇതൊക്കെ അറിയാം അല്ലേ. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാലും അധികം നമ്മൾ NCERT പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ശുഭപ്രതിഷ്ഠാ മുനമ്പ് ചുറ്റിയാണ് അവർ വന്നതെന്നുള്ളത്. നമ്മുടെ ഇന്ത്യ ഇവിടെ കിടക്കുന്നു. ഈ ശുഭപ്രതിഷ്ഠാ മുനമ്പ് ചുറ്റിയാണ് അവർ വന്നത്. യൂറോപ്പിൽ നിന്ന്, ലിസ്ബണിൽ നിന്നാണ് യാത്ര. ഇവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ലിസ്ബണിലെ, യൂറോപ്പിലെ ലിസ്ബണിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. അങ്ങനെ അവര് ശിവപ്രതിഷ്ഠാ മുനമ്പൊക്കെ ചുറ്റി നമ്മുടെ ഈ കൊച്ചിയിലല്ല, കോഴിക്കോട് കാപ്പാട് വന്ന് 1498 കപ്പലിറങ്ങി നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണ്? യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടത്. 1453 തുർക്കികൾ ഇവിടം പിടിച്ചെടുക്കുകയും ഇതുവഴി യൂറോപ്യന്മാരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യന്മാർ നിർബന്ധിതനായി. അപ്പൊ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കി. അതുകൊണ്ടാണ് അവര് സമുദ്രമാർഗം ഒരു വാണിജ്യപാത അന്വേഷിച്ചത് കേട്ടോ. നോക്കിക്കോ, പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ. അറിയാലേ, പോഡ, ബീഫ്, പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്. അപ്പൊ വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ, അതും അറിയാം. ഇനി 1498 കോഴിക്കോടിനടുത്തുള്ള, ഇപ്പൊ നമ്മൾ ഇത് വായിക്കുമ്പോഴേക്കും നമ്മൾ NCERT നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. അതൊന്നും കൂടി ഉറപ്പിക്കാം നമുക്കിവിടെ. 1498 കോഴിക്കോട് സമീപത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. അറിയാലോ, പറഞ്ഞല്ലേ. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴിതെളിച്ചു. അപ്പൊ നമ്മളോട് സർദാർ KM പണിക്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു അല്ലെ. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെത്തി കോലോത്തിരി നാട്ടം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെത്തി കോലോത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. 1498 എന്നുള്ള വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കോഴിക്കോട് കാപ്പാട് വന്ന് അദ്ദേഹം ഇറങ്ങി. അപ്പോ അന്ന് നമ്മുടെ ഇവിടെ അറബികളായിരുന്നു വിദേശ വ്യാപാരം ഉണ്ടായിരുന്നത്. അറബികളെ മാറ്റിയിട്ട് തങ്ങൾക്ക് വ്യാപാരം നൽകണമെന്നുള്ള ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. അങ്ങനെ വാസ്കോഡ ഗാമ കോഴിക്കോട് എന്നുള്ള സാമൂതിരികളുമായിട്ട് വഴക്കിട്ട് കണ്ണൂർ നാട്ടിലോട്ട് പോയി കോലോത്തിരി രാജാവുമായിട്ട് വ്യാപാര അനുമതിയൊക്കെ നേടിയെടുത്തു. എന്നിട്ട് കുരുമുളക് ഉൾപ്പെടെ ഒത്തിരി സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് കുരുമുളക് ഉൾപ്പെടെ ഒത്തിരി വസ്തുക്കൾ ഇവിടെ നിന്ന് ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങോട്ട് പോയി? പോർച്ചുഗലിലോട്ട് തിരിച്ചു പോയി. വന്നതിന്റെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. ഇനി ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സ്വാഭാവികം അല്ലെ. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. പോർച്ചുഗീസുകാർ വീണ്ടും സാമൂതിരി അടുത്ത് വന്നു. സാമൂതിരി അവർക്ക് വ്യാപാര കുത്തക നൽകിയോ? ഇല്ല. ഇനി ഇവിടെ ബോക്സില് വാസ്കോഡ ഗാമയുടെ കപ്പലുകൾ പറഞ്ഞിട്ടുണ്ട്. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. 3 കപ്പലുകളുണ്ട്. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളായിട്ടാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പോ എന്തുകൊണ്ട് പോർച്ചുഗീസുകാരും കുഞ്ഞാലിമരക്കാരും സാമൂതിരിമാരൊക്കെ തമ്മിൽ യുദ്ധമുണ്ടായി? അപ്പൊ രണ്ടാമത് പോർച്ചുഗീസുകാർ വന്നു. പക്ഷെ സാമൂതിരി അപ്പോഴും അവർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. അങ്ങനെ സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ സംഘർഷങ്ങളൊക്കെ ഉടലെടുത്തു. നമ്മൾ ഈ കഥകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ഇമാജിനേഷൻ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരണം. ഹിസ്റ്ററി അല്ല, നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലിമരക്കാരിൽ നിന്നായിരുന്നു അല്ലെ. അപ്പൊ കുഞ്ഞാലിമരക്കാരെ കുറിച്ചിട്ട് നമ്മൾ NCERT പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്താണെന്ന് നോക്കാം. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയും പശ്ചിമ തീരപ്രദേശത്തിനെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരയ്ക്കർമാരാണ്. അറിയാലോ, അതൊരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരുണ്ടായിരുന്നു പഠിച്ചു. നമ്മൾ അവിടെ പഠിച്ചായിരുന്നു കുഞ്ഞാലി 4-മനായിരുന്നു പ്രധാന വീരൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ 4-മനെയാണ് ഗോവയിൽ വെച്ച് വധിച്ചത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കുഞ്ഞാലി 3-മനെ കുറിച്ച് പറയുന്നുണ്ട്. നോക്കിക്കോ, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി 3-മനായിരുന്നു. ഈ ഒരു പോയിന്റ് NCERT ഇല്ല. SCERT യും NCERT യും പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. അപ്പോൾ കുഞ്ഞാലിമരക്കാരനെ
ആരാണ്? കുഞ്ഞാലി മൂന്നാമൻ എന്താ ചെയ്തത്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. വർഷം നമ്മൾ പറയുന്നുണ്ടായിരുന്നു 1600 ആയിരുന്നു അല്ലെ? കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. സ്വാഭാവികം. അപ്പൊ ഇവിടെ കുഞ്ഞാലി മൂന്നാമനെ കുറിച്ചൊരു പോയിന്റ് ഈ ഒരു നമ്മുടെ SCERT പറയുന്നുണ്ട്. SCERT NCERT ഒക്കെ മാറിപ്പോ. കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ തുടങ്ങിയ പരിചയപ്പെടുത്തി അല്ലെ? ഇനി എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇതൊക്കെ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ പെടുന്നതാണ്. ഡച്ചുകാര്. അപ്പൊ ഡച്ചുകാരെ കുറിച്ച് നമുക്ക് എന്താണ് ഇവിടെ പറയാനുള്ളത്? വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യന്മാരായിരുന്നു ഡച്ചുകാരെന്നാണ് ഇവർ അറിയപ്പെടുത്തുന്നത്. ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ രണ്ടും നമുക്ക് വേണം അല്ലേ? നമ്മൾ നോക്കിയേ, രണ്ടും നമുക്ക് വേണം. ഓക്കെ. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസൂര. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസൂര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കച്ചവട ആധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാരെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസൂര. ഇനി കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞുള്ളൂ. 1841 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു അല്ലെ? ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരികളോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം 1841. ഹോർത്തൂസ് മലബാറിക്കൂസ്, അത് നമ്മൾ NCERT പറഞ്ഞില്ലായിരുന്നു, അതും ഇമ്പോർട്ടന്റ് ആണ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന കൃതി. കേരളത്തിലെ 742 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുവേ. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഡച്ച് ഗവർണറായിരുന്ന ആരാണ്? ഹെൻറിക് വാൻഡീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. അപ്പൊ ഇട്ടി അച്യുതൻ, പിന്നെ 3 ഭട്ട്, അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളിയായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉത്തരം എഴുതും നിങ്ങള്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് എഴുതണം. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കോസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? 742 ഔഷധ സസ്യങ്ങളുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡീഡ് ആണ് നേതൃത്വം നൽകിയത്. ഇട്ടി അച്യുതനായിരുന്ന മലയാളി വൈദ്യനായിരുന്നു സഹായിച്ചത്. പിന്നെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് ഇവരും രചനയിൽ പങ്കാളികളായി. മലയാളം അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. പിന്നെ ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ KS മണിലാൽ ആണ്. ഓക്കെ അല്ലേ? പെട്ടെന്ന് പറയുകയാണ്. അപ്പൊ ഇട്ടി അച്യുതനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇട്ടി അച്യുതൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭ നാട്ടുവൈദ്യനായിരുന്നു. ഓക്കെ. ആലപ്പുഴയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലെ ജനിച്ച നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. ഇനി അപ്പൊ പോർച്ചുഗീസുകാര്, ഡച്ചുകാര്. ഇനി ആരാണ്? ബ്രിട്ടീഷുകാരാണ് ഓർഡറിൽ. പക്ഷെ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഫ്രഞ്ചുകാരെ കുറിച്ച് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത ഒരു പോയിന്റ് ആയിരുന്നു അടിമക്കച്ചവടം ഇവർക്ക് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. അതൊന്നും നമ്മൾ അവിടെ പറഞ്ഞില്ല. ഓക്കെ. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഏതായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങൾ അല്ലെ? കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു?
ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹം. അപ്പോൾ ഫ്രഞ്ചുകാരുടെ ആധിപത്യം എവിടേക്കാണ്? പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. നമുക്ക് ഇതിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചതൊക്കെ ഓർമ്മ വരും. നമുക്ക് എന്താ നോക്കാം. നമ്മൾ ഇതില് നോക്കിക്കേ, ഈ അഹമ്മദാബാദ്, ബറോച്ച്, ചിൻചുര, നാഗപട്ടണം ഇതൊക്കെ ആരുടെ ആയിരുന്നു? ഡച്ചുകാരുടെ ആയിരുന്നു. നമ്മൾ ആദ്യം പോർച്ചുഗീസുകാർ പറഞ്ഞു. പോർച്ചുഗീസുകാരുടെ അധീനത പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗോവ, ദാമൻ, ദിയു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു 4 പ്രദേശങ്ങൾ. ഡച്ചുകാർ വന്നിട്ട് എവിടെയായിരുന്നു? അഹമ്മദാബാദ്, ബറോച്ച്, ചിൻസുര, നാഗപട്ടണം. നീല കളറിൽ കൊണ്ടോ. പിന്നെ ഇപ്പോ ഫ്രഞ്ചുകാരുടെ എന്തൊക്കെയായിരുന്നു? യാനം, പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി. അപ്പോൾ ആ 4 പ്രദേശങ്ങൾ. അപ്പോൾ ഓക്കെ അല്ലേ? നമുക്ക് കർണാട്ടിക് യുദ്ധങ്ങൾ എന്താന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ആ മേഖലയാണ് കർണാട്ടിക്. ഇവിടെയാണ് നടന്നത്. ഇവിടെയാണ് 3 യുദ്ധങ്ങൾ നടന്നത്. 3 യുദ്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ഒരു അരമണിക്കൂറോളമായി. ഇനി നമുക്കിനി ഇതിന്റെ ബാക്കി അടുത്ത പാർട്ടായിട്ട് എടുക്കാം. കാരണം വേറെ ഒന്നുമല്ല, ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഒത്തിരി ലെങ്തി ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളും കാണത്തില്ല, നിങ്ങൾക്കും ഒരു മടുപ്പ് വരും. ഒരു അരമണിക്കൂർ തന്നെ പിടിച്ച് നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് ക്ലാസ് ലെങ്തി ആയിക്കഴിഞ്ഞാൽ അത് കാണുന്ന നിങ്ങൾക്കും കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. പിന്നെ ബാക്കി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലോട്ട് വരുന്നതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അതുപോലെ നമ്മൾ SCERT NCERT ടോപ്പിക് വൈസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിട്ട് പറയുക. നമുക്ക് ഇനിയും ബാക്കി നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ബാക്കി ക്ലാസ്സുകൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും വെച്ച് നമ്മൾ നിർത്തുവാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളിത് ഫസ്റ്റ് ഒരു ട്രയൽ വേർഷൻ എന്ന രീതിയിൽ ചെയ്ത് നോക്കുന്നതാണ്. നിങ്ങളുടെ റെസ്പോൺസ് നോക്കിയിട്ട് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പറയാവുന്നതാണ്. താങ്ക് യു.